കണ്ണൂരിൽ പൊട്ടിയൊലിക്കുന്ന മുറിവുകളുമായി ആനയെ എഴുന്നള്ളിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രോത്സവത്തിലാണ് ഈ സംഭവം നടന്നത്. മംഗലം കുന്ന് ഗണേശൻ എന്ന ആനയുടെ കാലുകളിലെ മുറിവുകൾ പഴുത്ത നിലയിലാണ്. നിഖിലുണ്ട്. നിഖിൽ, ആന എഴുന്നള്ളിപ്പിൽ മാനദണ്ഡങ്ങളടക്കം നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തുവരുന്നത്. പറയാം വിവരങ്ങൾ. ഈ രണ്ട് വശത്തും സാരമായ മുറിവുകളുള്ള ആനയെയാണ് ഇത്തരത്തിൽ 3 മണിക്കൂറിലേറെ സമയം എഴുന്നള്ളിപ്പിനായി നിർത്തിയത്. ഏകദേശം 2-2.5 കിലോമീറ്ററോളം ദൂരം നടത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആനയുടെ കാലുകൾക്ക് മുകളിൽ 2 വശത്തും മുറിവുകൾ പഴുത്ത നിലയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി അത് കാണാൻ സാധിക്കും. മാത്രമല്ല, ആന നടക്കാൻ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രി നടന്ന എഴുന്നള്ളിപ്പിലാണ് മംഗലംകുന്ന് ഗണേശൻ എന്ന ആനയെ, അത്യധികം അവശനായ ആനയെ ഇത്തരത്തിൽ ഉത്സവത്തിന് എത്തിക്കുകയും എഴുന്നള്ളിപ്പിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനയെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കരുതെന്ന നിയമം ലംഘിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ ആനയെ സംബന്ധിച്ചിടത്തോളം അതിന് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ എഴുന്നള്ളിപ്പിനിടയിൽ തന്നെ ആനയുടെ മുറിവിലേക്ക് ചില വസ്തുക്കൾ, അതിന്റെ കൂടെയുള്ള പാപ്പാനാണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തോന്നുന്നത് അങ്ങനെയാണ്. അതിനുള്ളിലേക്ക് നിറയ്ക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ മുറിവിനുള്ളിലേക്ക് ഇത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ആനയുള്ളതെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ എഴുന്നള്ളിപ്പിക്കുന്ന സാഹചര്യമാണ് ഏതായാലും ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പരാതികളും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിലെ ആനപ്രേമിയായ മനോജ് ഇപ്പോൾ വനം വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന കാര്യം, ഈ മറ്റ് ജില്ലകളിലൊക്കെ, പ്രത്യേകിച്ചും തൃശ്ശൂർ, പാലക്കാട് പോലുള്ള ജില്ലകളിലൊക്കെ ആനകളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഈ വനം വകുപ്പിന്റെയും ഒപ്പം തന്നെ വെറ്റിനറി ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നിരീക്ഷണവും കർശനമായ പരിശോധനകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ എഴുന്നള്ളിപ്പിന് എത്തിക്കുന്നതിന് 72 മണിക്കൂർ മുൻപ് ആനയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കണ്ണൂരിലൊന്നും അത്തരത്തിൽ ഈ വനം വകുപ്പിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന വെറ്റിനറി ഉദ്യോഗസ്ഥരുടെയോ ഒന്നും കർശനമായ ഒരു നിരീക്ഷണമൊന്നും ഉണ്ടാകാറില്ല. ഇത് മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ അവസരമായ ഒരു ആനയെ ഈ ക്ഷേത്രോത്സവത്തിന് ഉപയോഗിച്ചത് എന്നൊരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്.